ആലത്തൂരിന്റെ ഇടതു പാരമ്പര്യം നിലനിർത്താൻ സഹായിച്ച വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് നിയുക്ത MLA TM ശശി. കേരളത്തിൽ ഇടതുപക്ഷത്തിനേറ്റ കനത്ത തിരിച്ചടിയിലും വോട്ടർമാർ ആലത്തൂരിനെ ചേർത്ത് നിർത്തിയെന്നും ജനാഭിപ്രായം ആരാഞ്ഞുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും TM ശശി പറഞ്ഞു. ഇടതുപക്ഷത്തിന് പൊതുവായി കേരളത്തിൽ വലിയ തിരിച്ചടി നേരിട്ടൊരു സമയമാണ് ഈ സമയം. തീർച്ചയായും ആ പൊതുവായ തിരിച്ചടിയിലും ആലത്തൂരിലെ വോട്ടർമാർ ഇടതുപക്ഷത്തെ നെഞ്ചോട് ചേർത്ത് ആ ഇടതുപക്ഷ പാരമ്പര്യം, ആലത്തൂരിലെ ഇടതുപക്ഷ പാരമ്പര്യം നിലനിർത്തി എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യമായി ഞാൻ കാണുന്നത്. അതിന് ഏതൊക്കെ കൊടുങ്കാറ്റുണ്ടായാലും അതിലൊന്നും ഒരിളക്കവും തട്ടാതെ ഇടതുപക്ഷത്തോടൊപ്പം ചേർത്ത് നിർത്തി ആലത്തൂരിലെ പ്രിയപ്പെട്ട വോട്ടർമാരെ ഹൃദയത്തോട് ചേർത്ത് ആദ്യമേ തന്നെ അഭിവാദ്യം ചെയ്യാണ്. മറ്റൊന്ന് വികസനത്തെക്കുറിച്ചാണ് നിങ്ങൾ ചോദിച്ചത്. വികസനം നമുക്കറിയാം, ആലത്തൂരിൽ പൊതുവേ നല്ല വികസനമാണ് കഴിഞ്ഞ 10 കൊല്ലമായി KD പ്രസിഡന്റാണെങ്കിലും അതിന് മുമ്പുള്ള MLA-മാരാണെങ്കിലും വളരെ മികച്ച രീതിയിലാണ് ആ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ നമുക്കറിയാം, കാർഷിക മേഖലയിൽ പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ട് നിറ പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചു. നന്മ ആരോഗ്യ രംഗത്തെ പ്രശ്നങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി നന്മ രൂപീകരിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് മാർഗദർശിയായിക്കൊണ്ട് ദിശ രൂപീകരിച്ചു. ഇതെല്ലാം പുതിയ കാലത്തിനനുസരിച്ച് അതെല്ലാം തുടരേണ്ടതാണ്. അപ്പോൾ പുതിയ കാലത്തിനനുസരിച്ച് പുതിയ കാലത്തെ മാറ്റങ്ങളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഈ പദ്ധതികളെല്ലാം നന്നായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മുന്നമല്ലേ തുടങ്ങിവെച്ച പദ്ധതികൾ കൂടുതൽ മികവുറ്റതാക്കി തുടരും. ആലത്തൂർ ടൗണിന്റെ നവീകരണം, ആലത്തൂർ ബസ് സ്റ്റാൻഡ് നവീകരണം, മംഗലം ഡാം, പാലക്കുഴി കേന്ദ്രീകരിച്ചുള്ള പദ്ധതികൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകും. കായിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ആലത്തൂർ ടൗണിൽ ടർഫ് മൈതാനം, സ്വിമ്മിംഗ് പരിശീലനത്തിനുള്ള സൗകര്യങ്ങൾ തുടങ്ങിയവ ഒരുക്കും. ലഹരിയുടെ പുറകെ പോകുന്ന പുതിയ തലമുറയെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകാൻ പ്രേരിപ്പിക്കുന്നതിനാണ് കായിക മേഖലയ്ക്ക് കൂടുതൽ പരിഗണന നൽകുന്നതെന്നും TM ശശി പറഞ്ഞു. ആലത്തൂർ ടൗണിന്റെ നവീകരണം നമ്മളൊരു പ്രഥമ പരിഗണനയായി വയ്ക്കണം. നവീകരണം, സൗന്ദര്യവൽക്കരണം എന്ന നിലയിൽ നമ്മൾ ആലോചിക്കുന്നുണ്ട്. മറ്റൊന്ന്, ആലത്തൂർ ബസ് സ്റ്റാൻഡ് മികച്ച രീതിയിലേക്ക് മാറ്റാൻ അതിനാവശ്യമായ പ്രവർത്തനം നടത്തും. പിന്നെ നമുക്കറിയാം, നമ്മുടെ ഈ മണ്ഡലത്തിലാണ് മംഗലം ഡാം ഉൾപ്പെടെ പാലക്കുഴി ഉൾപ്പെടെയുള്ള മേഖലകൾ ഈ മണ്ഡലത്തിലാണ്. അപ്പോൾ ഈ പാലക്കുഴിയും മംഗലം ഡാം എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ടൂറിസം സർക്കിൾ രൂപീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് അത് ആലോചിക്കുന്നുണ്ട്. മറ്റൊന്ന്, സ്പോർട്സ് രംഗത്ത് പ്രത്യേകം ശ്രദ്ധ കൊടുക്കാൻ ആലോചിക്കുന്നുണ്ട്. ആലത്തൂർ കേന്ദ്രീകരിച്ച് ടർഫ് മൈതാനം, അതുപോലെ തന്നെ സ്വിമ്മിംഗ്, അതുപോലെ അത്തരം സംവിധാനങ്ങളെല്ലാം ഗ്രൗണ്ട് ഒരുക്കിക്കൊണ്ട് ആലത്തൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് 2-3 വിവിധങ്ങളായ കായിക മത്സരങ്ങളെ ഒരു ഗ്രൗണ്ടിലാക്കുന്നതിനോട് ഒരു വലിയ സംവിധാനം ആലോചിക്കുന്നുണ്ട്. അതിന് പറ്റിയ സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, അതും നടക്കും. കാരണം കായിക മേഖലയിൽ ശ്രദ്ധിക്കാൻ പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, പുതിയ തലമുറ ഏറ്റവും അപകടകരമായ രീതിയിലേക്ക് പോകുന്നത് അവരെ അറിയാൻ ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലേക്ക് പോകുന്നതിന് പകരം ചെറുപ്പക്കാർ അവരുടെ ആരോഗ്യത്തിലേക്ക് ശ്രദ്ധിക്കുന്നതിന് വേണ്ടി അവൻ്റെ ആരോഗ്യം പുതിയ കാലത്തെ യുവാക്കൾ നേരിടുന്ന ഈ പ്രതിസന്ധിയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് യുവാക്കളാണ് ഏറ്റവും വലിയ സമ്പത്ത്. അവർക്ക് ആരോഗ്യമുള്ള സമൂഹമായി അവരെ ആരോഗ്യമുള്ള സമൂഹമായി വളർത്തിയെടുക്കാനും നമ്മുടെ നാടിനുണ്ടാകുന്ന ദുരന്തം കൂടി മനസ്സിലാക്കിക്കൊണ്ട് സ്പോർട്സ് രംഗത്ത് പ്രത്യേകമായി ശ്രദ്ധ നമ്മുടെ മണ്ഡലം എന്ന നിലയിൽ പ്രത്യേക കമ്മിറ്റി തന്നെ എടുത്ത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി നമ്മൾ ആലോചിക്കുന്നുണ്ട്. അത്തരം പരിപാടികളെല്ലാം ചെയ്യും. നെൽകർഷകരുടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ കർഷകരുമായി ചർച്ചകൾ നടത്തുമെന്നും TM ശശി പറഞ്ഞു. മറ്റൊന്ന്, ആലത്തൂർ മേഖലയിലെ നെല്ലുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നമുക്കറിയാം, ചർച്ച ചെയ്താണ് പലവട്ടം. ഗവൺമെൻറ് മാറി വന്നു. അവസാന ഘട്ടത്തിൽ സഹകരണ മേഖലയിലെല്ലാം ക്ലബ് ചെയ്തുകൊണ്ട് വളരെ മികച്ച രീതിയിലേക്ക് പ്രവർത്തനം ഗവൺമെൻറ് നടത്തിയതാണ്. കുറച്ചുകൂടെ നന്നായി, അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ അവസാനവും ചില പ്രയാസങ്ങളുണ്ടായി. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ പ്രയാസങ്ങളുണ്ടായി. ആളുകൾ നമ്മൾ നേരിട്ട് തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട് പോകുമ്പോൾ പറഞ്ഞിരുന്നല്ലോ. അതിൽ ഒരു സ്ഥായിയായ മാറ്റം കൊണ്ടുവരാൻ എന്താ വേണ്ടതെന്നുള്ള കാര്യം ഇവിടുത്തെ മുൻ MLA-മാർ, കർഷകരെല്ലാം കൂടി ഒന്ന് ആലോചിച്ച് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തും എന്ന് തന്നെയാണ് പറയുന്നത്. പൊതുവായി ആലത്തൂർ മണ്ഡലത്തിൽ ഈ കാലം അത്രയും ഇടതുപക്ഷത്തോട് ചേർത്ത വോട്ടർമാരെ വീണ്ടും ഒരിക്കൽ കൂടി ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാം പിന്തുണയോടുകൂടി, സഹായത്തോടുകൂടി, ഉപദേശത്തോടുകൂടി ഏറ്റവും നന്നായി ജനപ്രതിയായി മുന്നോട്ട് പോകാൻ തീർച്ചയായും ഞാൻ ശ്രമിക്കുമെന്ന ഉറപ്പാണ് എനിക്ക് നിങ്ങൾക്ക് മുമ്പിൽ തരാനുള്ളത്. UTV ന്യൂസ്, പാലക്കാട്.